നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവരും സ്വാഗതം. ബഹുമാനിയെ, അങ്ങനെ അറബി ഉച്ചകോടി കഴിഞ്ഞു. ഇസ്രായേൽ ഒന്നുകൂടി ശക്തമായി ഗസയെ വംശഹത്യയുടെ പേരിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി എന്താണ് അറബികൾ നിങ്ങൾ പഠിക്കാനുള്ളത്? ഈ അറബികളുടെ കാര്യം ബന്ധപ്പെട്ട് ഞാൻ ഒരു കാര്യം സംസാരിക്കട്ടെ കേട്ടോ. ഇന്നിപ്പോൾ പറഞ്ഞ് അത് നമ്മുടെ ലോക്കൽ കാര്യങ്ങളാണ്. കേരളത്തിലെ സവർണ സമുദായങ്ങൾ, ഇവിടെ സവർണ സമുദായം എന്ന് പറഞ്ഞാൽ കത്തോലിക്ക, റോമൻ കാത്തലിക്സ്, പിന്നെ നായരുമാണല്ലോ. ബാക്കി ബ്രാഹ്മിൻസ് ഒന്നും ഇല്ലല്ലോ. ആകെ 10,000 പേര് പോലും കേരളത്തിലുള്ളത്. അപ്പോൾ ഇവർ 20 വർഷം 25 വർഷം കൊണ്ട് കേരളത്തിലില്ലാതെ വരും. അവർ വിദേശത്തേക്ക് പോകണം. എടോ, നിങ്ങൾ പറയുന്ന രീതിയിൽ പറഞ്ഞാൽ വിദേശത്തേക്ക് അവർ പോകുന്നത് സുഖിച്ച് ജീവിക്കാൻ, അല്ലെങ്കിൽ കൂടുതൽ സൗകര്യം വെച്ചല്ലേ. മറ്റുള്ളവർ അവനവൻ്റെ നാട്ടിൽ നിന്ന് പണിയെടുത്ത് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രം എന്താണ് നാട്ടിൽ നിൽക്കാൻ പറ്റുക? നിങ്ങളുടെ ഭരണം, നിങ്ങളുടെ ആൾക്കാർ, സവർണ്ണ മേധാവിത്വം. അതിൽ ഒരു മഹാൻ പറയുന്നു 500 ജോലി ഉണ്ടെങ്കിൽ 100 സവർണ്ണ, ബാക്കി 400 OBCക്ക് പോകുന്നു. അത് ശരിയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ജാതി സെൻസസ് നടത്തി തൊഴിലാളി ജോലികളുടെ ലിസ്റ്റൊക്കെ നോക്കേണ്ട കുഴപ്പമെന്നത്? അത് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അത് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ജാതി സെൻസസ് നടത്തണം. എന്നിട്ട് ജോലിക്കാരുടെ എണ്ണം എടുക്കണം. പിന്നോക്കിനും ഇവിടെ കൂടുതലുണ്ടെങ്കിൽ സംവരണം തന്നെ വേണ്ടെന്നേ. ആര് പറഞ്ഞു വേണമെന്ന്? എന്തിനാണ് സംവരണം? നിലയിൽ ഒപ്പം എത്താൻ വേണ്ടിയില്ലേ? അപ്പം നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ ആരെയാണ് പൊട്ടനാക്കുന്നത്? ഞാൻ ഒരു കണക്ക് പറഞ്ഞല്ലോ. നിങ്ങൾ പറഞ്ഞു ഇവിടെ 50% ആണ് സംവരണമുള്ളത്. ബാക്കിയുള്ള 50% മെറിറ്റിൽ, കോമൺ മെറിറ്റിൽ പബ്ലിക്കാണ്. ആ മെറിറ്റിൽ 90% നിങ്ങൾക്ക് കിട്ടുന്നത്. അത് പുറമെയാണ് സവർണ വിഭാഗത്ത് 10% സംവരണം. അപ്പോൾ 50-60% സംവരണം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഏത് 10% വരുന്ന വിഭാഗത്തിന്. എന്നിട്ട് നിങ്ങൾ പറയണം ഞങ്ങൾക്കല്ല ഞങ്ങൾ നാട് വിട്ടു പോകുന്നു. നിങ്ങൾ നാട് വിട്ടു പോകുന്നതിന് ആരാണ് ഉത്തരവാദി? ഇവിടെ പിന്നോക്കനാണോ? OBC ആണോ? ദളിതാണോ? നിങ്ങൾ സുഖിക്കാനും മറ്റ് സ്കൂൾ സമ്പാദിക്കാനും വേണ്ടി നിങ്ങൾ നാട് വിട്ടു പോകുന്നു. അതിനാരോ ഉത്തരവാദി? അപ്പോൾ ഈ കണ്ണടിച്ച് ഇരുട്ടാക്കി ഞങ്ങൾക്കൊന്നുമില്ലേ എന്ന് പറഞ്ഞ് പറയുന്ന ആ തന്ത്രമൊന്നും വില പോവില്ല സാർ. വില പോകണമെങ്കിൽ 4, 3, 7 നിങ്ങൾ കണക്കുകൾ നോക്കിയിട്ട് അതിൽ പൂർണ്ണമായിട്ടും തെളിയിക്കണം. അതിനാണ് രാഹുൽ ഗാന്ധിയും മറ്റ് ഞങ്ങളൊക്കെ പറഞ്ഞത്, നിങ്ങൾ കാര്യം ചെയ്യും, ജാതി സെൻസസ് നടത്തൂ, എന്നിട്ട് ഉദ്യോഗസ്ഥന്മാർ ലിസ്റ്റ് എടുക്കൂ. അതിൽ പിന്നോക്കനാണ് കൂടുതലെങ്കിൽ നിങ്ങൾ സംവരണം നിർത്തിക്കൊന്ന്. ഒരു സംശയമില്ല. അതല്ലാതെ കൊട്ടത്താപ്പിന് ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞ് നിർത്താം. എനിക്ക് 100 കാര്യമുണ്ട്, ഞാൻ പറയുന്നില്ല. നമ്മൾ മെഡിക്കൽ കോളേജിൽ ഈ വെള്ളാപ്പള്ളിക്ക് മനസ്സിലാക്കുക, മെഡിക്കൽ കോളേജ് 5000 സീറ്റ് കഴിഞ്ഞ വർഷത്തെ ഞാൻ നോക്കിയിട്ടില്ല. അതിൽ 40% മുസ്ലിങ്ങൾ എത്രയാണ്? 1250. 23% 7 മാസം 1300. എന്നാൽ 9% നായേഴ്സ്, ബാക്കി 3500. എന്നിട്ടും പറയണത് സവർണ്ണം ഒന്നുമില്ല. സവർണ്ണത്തിൽ ആരെടോ പൊട്ടനാക്കുന്നത്? ഓട്ടെ, ഞാൻ കൊച്ചു കാര്യത്തിൽ ഇടപെടുത്തില്ല, വിലയേറിയ സമയം കളയുന്നില്ല. ഓക്കെ. അറബികളെ ഇത്രയും നീചമായി പ്രവൃത്തി ചെയ്തിട്ട് നിങ്ങൾക്കൊരു ചെറുവിലനക്കാൻ പറ്റാത്ത മണ്ട ശിരോമണികളെ, നിങ്ങൾക്ക് എന്തിന് നാടിന് ഭാരമായിട്ട് പോയി ചത്തൂടെ? നിങ്ങൾക്കറിയില്ല. ഞാൻ പോയിട്ട് പറഞ്ഞുതരാം. ഞങ്ങളുടെ ഗ്രൂപ്പിൽ 3 പോയിന്റ് പറഞ്ഞുതരാം. നിങ്ങൾ കാൽക്കൽ വീഴും. ഈ തെമ്മാടി രാഷ്ട്രമായ അമേരിക്ക, ഇസ്രായേൽ നിങ്ങളുടെ കാൽക്കൽ വീഴും. വീഴ്ത്തല പണിയുണ്ട്. 3 കാര്യം ചെയ്താൽ മതി. ധൈര്യം ഉണ്ടോ കാട്ടറബികളെ? എന്നിട്ട് UAE പറയണം ഇസ്രായേലിൽ ഒന്നും ചെയ്യാൻ ഞങ്ങൾ കൂടെ ഉണ്ടാവില്ല എന്ന്. കിഴങ്ങന്മാർ. എവിടെ നോർത്ത് കൊറിയ, ഉത്തര കൊറിയ എത്ര ഉണ്ടോ? 2.6 കോടി ജനങ്ങളുള്ളൂ. ആ കൊച്ചു പയ്യൻ, 38 വയസ്സ് പയ്യന് അമേരിക്ക പോലെ അവർ മുട്ടുകുത്തി ഓച്ചാഞ്ചിക്കാണ്. കണ്ട് പഠിക്കടോ. എന്താണ് ഈ 3 കാര്യം? ബുദ്ധി ഉണ്ടെങ്കിൽ, അറബി മണ്ടന്മാരെ, നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ 3 കാര്യം ചെയ്യണം. 1, ലോക ബാങ്കിലുള്ള പണം നിങ്ങൾ പിൻവലിക്കണം. ലോക കോടികൾ പണത്തിൽ 80% സൗദി അറേബ്യ ഉൾപ്പെടെ ഗൾഫ് രാഷ്ട്രങ്ങളിലാണ്. അതങ്ങോട്ട് പിൻവലിച്ചിടും. നമ്പർ 1. നമ്പർ 2,
നിങ്ങളിപ്പോൾ 82 രാജ്യം 10 രാജ്യങ്ങളുണ്ട്. നിങ്ങൾ ഐക്യരാഷ്ട്ര സംഘടനയിൽ നിന്ന് രാജിവെക്കണം. അത് അമേരിക്കൻ സൃഷ്ടിയാണ് ഐക്യരാഷ്ട്ര സംഘടന. പേര് മാത്രമേ ഉള്ളൂ ഐക്യരാഷ്ട്രം, അതൊന്നുമില്ല, അമേരിക്കൻ സംഘടനയാണ്. അതിൽ രാജിവെക്കണം. മറ്റൊന്നുണ്ട് പ്രമാദമായ വിഷയം. നിങ്ങളുടെ രാജ്യത്തിൽ നിന്ന് അമേരിക്കൻ പട്ടാളത്തെ കഴുക്കല കൂടാതെ ഇറങ്ങി പോകാൻ പറയണം. ഈ 3 കാര്യം ചെയ്താൽ കാട്ടറബികളെ മണ്ടറബികളെ നിങ്ങളുടെ കാൽക്കൽ വന്നവർ ചെയ്യും. ഇന്നിപ്പോൾ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി പറ്റും ആ ഒരു മോൻ ചെന്ന് ഇസ്രായേൽ ചെയ്തത് എന്താ പറയുക, ഹമാസ് ഭീകര സംഘടനയായിരുന്നു, അവർ നശിപ്പിക്കണമെന്നാണല്ലോ പറഞ്ഞത്. അത് പറഞ്ഞ ശേഷം ഉടനെ എന്ത് ചെയ്ത് നശീകരണം കൂടുകൂടി. പ്രാദേശികമായിട്ടില്ല, ഇപ്പോൾ ലോക്കലായിട്ട് ഈ കരമാർഗം കൂടി. എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ അറബികൾ? ലോക രാജ്യങ്ങളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നിങ്ങൾ 142 പാസ്സാക്കിയല്ലോ ദ്വിരാഷ്ട്ര സമ്പ്രദായം വേണമെന്നത്. എന്നിട്ട് എന്ത് അനങ്ങി? എത്ര കൊല്ലായി പറഞ്ഞിട്ട്? ഈ അമേരിക്കയ്ക്ക് വീറ്റോ പവർ ഉള്ളിടത്തോളം കാലം, 5 രാഷ്ട്രങ്ങൾ വീറ്റോ പവർ ഉള്ളിടത്തോളം കാലം ആ സംഘടനക്ക് ജീവനില്ല. അത് കേവലം ആ ഒരു ചിന്ത പോലും മനസ്സിലാക്കാൻ കാട്ടറബികളെ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്? ദൈവം നിങ്ങൾ കനിഞ്ഞനുഗ്രഹിച്ച് പട്ടിണിയും ദാരിദ്ര്യമായി കഴിഞ്ഞ കാട്ടറബികൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് കനിഞ്ഞനുഗ്രഹിച്ച് ഭൗതിക നേട്ടം. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ മുഹമ്മദ് നബിയുടെ ആൾക്കാർ, മുഹമ്മദ് നബി 1500 വർഷമായി അദ്ദേഹത്തിൻ്റെ മരിച്ചിട്ട്, അതേ വഫാത്തായിട്ട്. വഫാത്തിന് മരണം നടത്തുള്ളൂ. 1500 ജന്മദിനമാണല്ലോ. മരിച്ചിട്ട് അത്ര ആയില്ലെങ്കിലും 1500 പള്ളി. അതിൽ ഇത് 2000 ലോകമാധ്യമമായി 1935-45 ശേഷം ഉള്ള 80 വർഷം, 45 55 25 60 80 വർഷം. ഈ 80 വർഷം മുമ്പ് വരെയും കാട്ടറബികൾ നിങ്ങൾ എന്ത് ചെയ്തു? 14.25 നൂറ്റാണ്ട് അല്ലെങ്കിൽ 14.25 നൂറ്റാണ്ട് നിങ്ങൾ എന്ത് ചെയ്തു ലോകത്ത്? എന്തും ചെയ്തു? പ്രത്യേക രാഷ്ട്രങ്ങൾ സൗദി അറേബ്യ. നിങ്ങൾക്ക് ഇനിയും സാധിക്കുന്നില്ലല്ലോ. അമേരിക്കയെ നിങ്ങൾ സംരക്ഷണം ഏൽപ്പിച്ചുകൊണ്ട് ഗസയിലെ രക്ഷപ്പെടുത്താമെന്ന് വിചാരിച്ചത് നടക്കുന്ന കാര്യമില്ലെന്ന് ഏത് കുട്ടിക്കും അറിയാം. ഞങ്ങളുടെ നാട് ഭാരതത്തിൽ പഠിക്കുന്ന കുട്ടി, 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് 8 വയസ്സുള്ളൂ. 8 വയസ്സായ കുഞ്ഞുമോൾക്കും കുഞ്ഞുമോനും അറിയാം അമേരിക്കയെ സംരക്ഷണം ഏൽപ്പിച്ചുകൊണ്ട് ഇനി ഇസ്രായേലിൽ എതിർക്കാൻ പറ്റില്ലെന്ന്. ഞങ്ങളുടെ രാജ്യം, ഞങ്ങൾക്ക് അഭിമാനത്തിൽ പറയും നമ്മുടെ രാജ്യം, മാതൃരാജ്യം ഇന്ത്യ അല്ലെങ്കിൽ ഭാരത്. ആ രാജ്യത്ത് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുമക്കൾക്കും കുഞ്ഞുമോനും കുഞ്ഞുമോനും വരെ അറിയാം. എന്നിട്ട് എന്തേ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല? അതൊരു ബോധമുള്ളവർ പറയുന്നത് കേൾക്കുക, അല്ലെങ്കിൽ സ്വയം ബോധം ഉപയോഗിച്ച് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുക. ഇതൊന്നുമില്ലല്ലോ. നിങ്ങൾ കൂടുതൽ 142 രാജ്യങ്ങൾ ചേർന്നല്ലോ. എന്നിട്ട് നാറ്റോ പോലെ ഒരു രീതി ഉണ്ടാക്കാന്ന് പറഞ്ഞു. നാറ്റോ പോലെ ഉണ്ടാക്കാന്ന് പറഞ്ഞോളൂ. എന്നിട്ട് ഉണ്ടാക്കാൻ തീരുമാനമായി. എന്നിട്ട് ഞങ്ങൾ പറയുന്ന കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ്. അറബികളോടും അറബി നാടുകളോടും ഗൾഫ് രാജ്യം പറയണം, നിങ്ങൾ 3 കാര്യം ചെയ്യണം. അത് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കണം. 1, ഐക്യരാഷ്ട്ര സംഘടനയിൽ നിങ്ങൾ ഒരുമിച്ച് രാജിവെക്കണം. ഒന്നും നിങ്ങൾ ചെയ്യാനില്ല, ഒന്നും നിങ്ങൾ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ആരും അതിൻ്റെ പേരിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. മറ്റൊന്ന്, നിങ്ങളുടെ രാജ്യത്ത് അമേരിക്കയുടെ സംരക്ഷണം, അമേരിക്ക പട്ടാൾക്കാർ എത്രയും പെട്ടെന്ന് അമ്മാവൻ പോയിക്കോ, ഇനി വേണ്ട എന്ന് പറഞ്ഞ് രാജീവ് ഗാന്ധി വിട്ടുപോലെ അങ്ങോട്ട് വിടണം. 3ാമത്തല്ലോ, ലോക ബാങ്കിൽ കിടക്കുന്ന നിങ്ങളുടെ നിക്ഷേപം, ദൈവം നിങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്ന നിക്ഷേപം പിൻവലിക്കണം. ഇത് 3ഉം ചെയ്ത അമേരിക്ക അപ്പൂപ്പൻ നിങ്ങളുടെ കാൽക്കിൽ വീഴും. മനസ്സിലായോ? ഇത് മൊയ്തീൻ ഷായുടെ ഗ്രൂപ്പൊക്കെ വലിയ ഇതൊന്നല്ലേ, അവർക്ക് പോലും ഇത് മനസ്സിലാകുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കാത്തത്? അപ്പം നിങ്ങൾ ആരും ഭയക്കുന്നു. UAE എന്ന് പറഞ്ഞാൽ സുഖലോലുപ രാജ്യം എന്ന് പറഞ്ഞത് കേട്ട് ശരിയാണെങ്കിൽ അമേരിക്ക ഇസ്രായേലിനെ എതിർക്കുന്നത് ഞങ്ങൾക്ക് പക്ഷത്ത് ഉണ്ടാവില്ല എന്ന്. കുഞ്ഞു മക്കൾ, നിരപരാധികൾ മനുഷ്യനെ ഇങ്ങനെ പരസ്യമായിട്ട് തല്ലിക്കൊന്ന് ബോംബിട്ട് കൊന്നിട്ട് അതിനെതിരെ അത് പാടില്ല എന്ന് പറയുന്ന വൻ രാജ്യങ്ങളും ചെറിയ രാജ്യങ്ങളും ഉണ്ടായിട്ടും ഒരാളിൽ കൊല്ലുന്നതിന് മാറ്റാൻ പറ്റുമോ?
ഞാൻ അത് അറബിയോടല്ല, ലോക ജനതയോട് ചോദിക്കണം. ഞാൻ അഭിമാനിക്കണം അമേരിക്കൻ ജനങ്ങൾ, ഭരണകൂടത്തെയല്ല, ആ ജനങ്ങൾ എത്ര ആത്മാർത്ഥമായിട്ടാണ് ഇസ്രായേലിലെ കുഞ്ഞുമക്കളെ കൊല്ലുന്നതിൽ നിരോധിക്കണം പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപിൻ്റെ മുമ്പിൽ കൊടി കാണിച്ച് കൊച്ചു പിള്ളേർ 10-12 വയസ്സുള്ള പെൺകുട്ടികൾ, സായിപ്പത്തി പെൺകുട്ടികൾ വന്നിട്ട് ട്രംപ് രാജിവെക്കണം, ട്രംപ് പുറത്തു പോകണമെന്ന് പ്ലേക്കാർഡ് പിടിച്ച് ഖരാവുകയാണ്. എനിക്ക് അവരൊക്കെ ആ ലോകനീതി അല്ലെങ്കിൽ സംസ്കാരം, കൾച്ചർ കണ്ടപ്പോഴേ എനിക്ക് കോരിത്തിരിക്കണം. അതും അമേരിക്കക്കാരാണല്ലോ എന്ന്. ഈ ട്രംപും അമേരിക്കക്കാരനാണല്ലോ. ട്രംപിൻ്റെ ബക്കറ്റ് പോയി വിട്ട് ആ മോനും അമേരിക്കക്കാരനാണല്ലോ. അതേ അമേരിക്കയാണ്. കാഞ്ഞിരം വളരും ഗംഗതൻ തീരത്ത് ചന്ദനമരവും വളരും. രണ്ടും മരങ്ങളാണ്, വ്യത്യാസമുണ്ട്. കാഞ്ഞിരം വളരും ഗംഗതൻ തീരത്ത് ചന്ദനമരവും വളരും എന്ന് പണ്ട് കവി പറഞ്ഞിട്ടുണ്ട്. രണ്ടും മരം തന്നെയാണ്, വ്യത്യാസം കണ്ടോ? ഇപ്പൊ ട്രംപും അമേരിക്കക്കാരാണ്, ആ പെൺകുട്ടികളും അമേരിക്കക്കാരാണ്. പക്ഷെ ആ പെൺകുട്ടികളുടെ വിവേചനാധികാരം, ദീർഘവീക്ഷണവും മനുഷ്യ സ്നേഹവും ഒന്ന് ചിന്തിച്ചു നോക്കി. 10-14 വയസ്സുള്ള പെൺകുട്ടികൾ ഉൾപ്പെടെ വന്നിട്ട് പിന്നെ ട്രംപിനെ വട്ടം പിടിക്കുകയാണ്. അമ്മാവ ഇത് വേണ്ട അമ്മാവെന്ന്, മനസ്സിലായില്ലേ? അപ്പോൾ അമേരിക്കക്കാർ മൊത്തം കുറ്റം പറയാൻ പറ്റുമോ? അമേരിക്കൻ ജനത വേണ്ട. രണ്ടാം ലോക മഹായുദ്ധം നടന്ന് പട്ടി ദാരി കൊണ്ടപ്പോൾ കെയർ എന്നൊരു സംഘടന ഉണ്ടാക്കി, അതും അമേരിക്കക്കാരാണ്. സൗദി അറേബ്യയിൽ 10,000-കണക്കിന് മൃഗങ്ങളെ കൊന്ന് കുഴിച്ചു കൂടുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് മൊയ്തീൻ ഷാ ഉൾപ്പെടെ ടീം വന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എന്തുവാകട്ടെ, അത് നടന്ന് 78-79 മുതൽ പിന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ, സുഡാൻ പോലുള്ള, എത്യോപ്യ, സുഡാൻ പോലുള്ള രാജ്യങ്ങളിൽ അവർ പാചകം ചെയ്ത് സെമി ബോയിൽ നടത്തി അത് അവിടെ കൊണ്ടു കൊടുത്തിട്ട് അവിടെ വീണ്ടും പാചകങ്ങളുടെ പൈസയും കൊടുത്തു. സൗദി അറേബ്യ കൊടുക്കുന്നുണ്ട് ഇപ്പോഴും, സ്റ്റിൽ നൗ ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. അതേ സ്ഥാനത്ത് അമേരിക്കൻ കെയർ സംഘടനയോ അവർ ഗോതമ്പ് ഉൽപ്പന്നങ്ങളും എണ്ണയും പാലും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇന്ത്യയെ പോലെ കേരളം പോലെ കേരളത്തിലെ മേച്ചേരി വളർന്ന കുഗ്രാമത്തിൽ വരെ എത്തിക്കാൻ മാത്രമല്ല അത് പാചകം ചെയ്യാനുള്ള കാശ് പോലും കൊടുക്കുള്ളൂ. അപ്പോൾ അമേരിക്കക്കാർ മോശമാണോ? SOS സംഘടനയുടെ ആളുണ്ട്, അമേരിക്കക്കാരാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബോംബിട്ടപ്പോൾ ആ ജനങ്ങളുടെ ഭയവുകളിൽ ജനങ്ങൾ ആവിയായി, ഭസ്മം പിന്നെ ആവി ഒന്നുണ്ടോ, ആവിയായി പോത് കണ്ട് ഭയന്ന ആ ബോംബിട്ട പൈലറ്റ് SOS എന്ന പേരിൽ സേവ് അവർ സോൾ എന്നാണ് SOS അറിയുക. അങ്ങനെ ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് അനാഥ മക്കളെ സംരക്ഷിക്കാൻ വേണ്ടി ലോകവ്യാപകമായിട്ട് സംഘമുണ്ട്. അത് SOS ആണ്. നമ്മുടെ ആലുവ ചൂണ്ടിയെടുത്ത ഒരു ഗ്രാമമുണ്ട്, SOS ഗ്രാമം എന്ന് പറയും, ട്രിവാൻഡ്രത്തുണ്ട്. അതും അമേരിക്കക്കാരാണ്. ഈ നീചമായ ജനങ്ങളെ ബോംബിട്ട് കൊല്ലുന്ന നേതൃത്വം വഹിക്കുന്ന അവരും അമേരിക്കക്കാരാണ്. രണ്ടും അമേരിക്കക്കാരന് വ്യത്യാസമുണ്ട്. ഞാൻ പണ്ട് കവി പറഞ്ഞ പോലെയാണ്, ചന്ദനം വളരും ഗംഗതൻ തീരത്ത്, കാഞ്ഞിരം വളരും ഗംഗതൻ തീരത്ത് ചന്ദനം വളരും എന്ന് പറയുമ്പോൾ അങ്ങനെ അമേരിക്ക നമ്മൾ ബഹുമാനിക്കണം, മറ്റേ അമേരിക്ക തിരസ്കരിക്കണം. അപ്പം അറബികൾ ചെയ്യേണ്ടത് എന്താണ്? വേറെ നിങ്ങൾക്ക് ഈ 1500 വർഷമായല്ലോ പ്രവാചനം വന്നിട്ട്, 15 നൂറ്റാണ്ട് കയറി. ഈ 15 നൂറ്റാണ്ടിടയിൽ അറബികളെ നിങ്ങൾ, പ്രത്യേക ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിങ്ങൾ ഒരു കളിത്തോക്കിൽ ഉണ്ടാക്കാൻ പറ്റിയോ? നിങ്ങൾക്ക് ആയുധത്തിൽ നാട് ഓടും നടുക ഓടും എന്ന് പറയും പോലെ നിങ്ങൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ മാറ്റം മനസ്സിലാക്കുന്നുണ്ടല്ലോ, മനസ്സിലായി കാണുമല്ലോ. എന്ന് ആയുധം ഇല്ലാതെ ഒരു കാര്യം നടക്കില്ലെന്ന് മനസ്സിലായല്ലോ. എന്നിട്ട് നിങ്ങൾ ഒരു കളിത്തോക്ക് ഉണ്ടാക്കുന്ന സാധിച്ചു ഇതേവരെ. അവിടെയാണ് ഇറാനെയും ഒരു പരിധി ഈജിപ്തിനെയും ഇപ്പം പിന്നെ നമ്മുടെ ഇറാഖിനെയും തുർക്കിനെയൊക്കെ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഇറാനെ പോയിട്ട് പോയല്ല, മോശമൊക്കെ ഇല്ലെന്നല്ല, അവരൊരുപടി ആൾക്കാരെ കൊന്നു നല്ലൊരു, എങ്കിലും അവർ ഇത്രയും പ്രതിരോധശേഷി പ്രതികരിക്കുന്നില്ലേ? അപ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഇനി എന്താ നിങ്ങൾ എല്ലാ പലസ്തീൻകാരെയും കൊന്നതിന് ശേഷം അല്ലെ ലോകം കാണുന്ന വികൃതമായ രീതി? പലസ്തീൻകാർക്ക് വേണ്ടി വാദിക്കേണ്ട ബാധ്യതയൊന്നും ഇന്ത്യക്കാർ നമുക്കില്ല. പക്ഷെ നീതിക്ക് വേണ്ടി വാദിക്കുമ്പോൾ പറയേണ്ടി വരുന്നു, അവരൊരു രാജ്യമല്ലായിരുന്നോ? നൂറ്റാണ്ട് പഴക്കമുള്ള രാജ്യമല്ലേ പലസ്തീൻ. അവിടെ താമസിക്കാൻ വേണ്ടി ഇസ്രായേലിന് കൊടുത്തല്ലോ 48-ൽ 40 തോത്തായി. ആ കൊടുത്തിട്ട് ആ രാജ്യം അവർക്ക് കൊടുത്ത് കുറച്ച് ചുരുക്കി വളരെ ചെറുതാക്കിയിട്ട് അതുപോലും പാടില്ല, അവിടെ നാട് വിട്ടു പോകണം എന്ന് പറഞ്ഞ് നടത്തുന്ന ആ വംശഹത്യക്കെതിരെ
ഇവിടുത്തെ സംഘപരിവാറും ക്രിസ്ത്യങ്ങളും മറ്റു ലോകത്തെ മണ്ടന്മാരും ദുഷ്ടന്മാരും നിങ്ങൾ ചിന്തിക്കുക. അതെന്ത് ന്യായീകരണമാണ്? അതെന്ത് ഭീകരതയാണത്? അവൻ്റെ രാജ്യത്തിന് വേണ്ടിയിൽ വാദിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഖലിസ്ഥാൻവാദി അവൻ്റെ ആയില്ല. അവൻ്റെ രാജ്യത്ത് അവന് വേറെ രാജ്യം പണിത് അത് രാജ്യദ്രോഹ കുറ്റാണ്. അതിനോട് പലർക്കും എതിർക്കുന്നില്ല. പക്ഷേ ഫലസ്തീൻ അവൻ്റെ രാജ്യദ്രോഹം വെച്ചാൽ അത് രാജ്യദ്രോഹമാണ്, മറ്റു ദ്രോഹമാണ്, മർത്യദ്രോഹമാണ്. കള്ള കഴിവേറികളെ, നിങ്ങൾക്ക് മനുഷ്യവർഗം എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് മനുഷ്യവർഗം എങ്ങനെ ചെയ്യണത്? ആരും ആരെയും കൊല്ലുന്നത് ശരിയല്ലെന്നാണ് തത്വശാസ്ത്രം. തത്വശാസ്ത്രം ഞാൻ പറയുന്നില്ല, എങ്കിലും പറയാണ്. അപ്പോൾ ഇതങ്ങനെ കരുതി കൂട്ടി കൊല്ലല്ലേ? ഞാൻ ഒരു കാര്യം പറയാൻ നിർത്താനല്ല, ഒരു കാര്യം പറയാം. ഇസ്രായേല് പലസ്തീൻ ജനതയെ തകർക്കാൻ വേണ്ടി ഉപയോഗിച്ച ആ ആയുധത്തിന് വിലയുണ്ടെങ്കിൽ നിങ്ങൾ ഇസ്രായേലിൽ പോയി 100 ഇസ്രായേൽ ലോകത്ത് വാങ്ങിക്കാം. ആരും കൊല്ലാതെ ഇത് കൊന്നു എന്നല്ലാതെ നിങ്ങൾക്ക് കൊല്ലം നേടാൻ പറ്റുമോ? ഇനി നേടുമോ? അപ്പം നിങ്ങൾ വളർച്ചയാണെങ്കിൽ നിങ്ങളെ തീരെ ആ പണം ഉപയോഗിച്ച് ഏതെങ്കിലും 1, 2, 3 രാജ്യം വാങ്ങിക്കാൻ നീ ഒരാളെ കൊല്ലാതെ അത് വാങ്ങിച്ചോളൂ. എത്ര ലക്ഷം കോടി ഡോളറാണ് നിങ്ങൾ ഈ 3 വർഷം കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞത്, കത്തിച്ചു കളഞ്ഞത്? നിങ്ങൾ ആലോചിച്ച് നോക്കി. ആ കാശിനെ നിങ്ങൾക്ക് എത്ര രാജ്യം വാങ്ങിക്കായിരുന്നു? ഇന്നും പാദസ്പർശം ഏൽക്കാത്ത എത്ര കോടിക്കണക്കിന് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ നാട്ടിൽ. അതിൽ നിങ്ങൾക്ക് വാങ്ങിക്കായിരുന്നല്ലോ, അതിൽ പ്രവേശിക്കായിരുന്നല്ലോ. അത് ചെയ്തോ? അപ്പം നിങ്ങളുടെ ഉദ്ദേശം വികസനമോ അല്ലെങ്കിൽ നിങ്ങളുടെ രാജ്യം വളർത്തലല്ല. ഇസ്രായേൽ എന്നുണ്ടെങ്കിൽ പാലസ്തീൻ എന്നതിനെ സംബന്ധിച്ച് അവരെ ഉന്മൂലം നാശിക്കുക. അതെങ്ങനെ ശരിയാവും? ഒരു വംശത്തെ ഉന്മൂലനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഒരു പോളിസി യോജിക്കാൻ പറ്റുമോ? ഞാൻ ഇന്ത്യയിലെ അതിനോട് താല്പര്യമുള്ള ആൾക്കാരോടും ഇന്ത്യക്ക് വെളിയുള്ളവരോട് ചോദിക്കാൻ പറ്റുമോ? അത് അപ്പോഴും നമ്മൾ വീണ്ടും പറയുന്നു, അത് ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിൽ കയറിയത് മണ്ടത്തെ തന്നെയാണ്, സംശയമില്ല. മണ്ടത്തെ മാത്രം തെറ്റുമാണത്. പക്ഷെ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ളത് ഞാൻ പറഞ്ഞപ്പോൾ ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, അറബികൾ ഇനിയെങ്കിലും ജീവിക്കാൻ പഠിക്കുക, ജീവിക്കാൻ അനുവദിക്കുക. ഡു ഓർ ഡൈ എന്ന് പറയും പോലെ ജീവിക്കാൻ അനുവദിക്കുക. അത് തെറ്റാണ്. അതാണ് അറബികളെ കുറിച്ചുള്ള ആൾക്കാർ. നമ്മൾ ആ വിഷയം തീറ്റുപണി ഒരു കാര്യം കൂടി പറഞ്ഞ് നമ്മുടെ ഇന്ത്യയിലേക്ക് തന്നെ വരാം. ഇന്ത്യൻ രാഷ്ട്രീയം, ബീഹാർ ഇലക്ഷനാണ് വരാൻ പോകുന്നത്. അതിൽ ഏതാണ്ട് ഇന്ത്യ മുന്നണിക്കോ അല്ലെങ്കിൽ RJD നേതാക്കളും രാഹുൽ ഗാന്ധി മുന്നണിക്കോ ചില സാധ്യതകൾ ഉണ്ടായിരുന്നു. ആ സാധ്യതകളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കോൺഗ്രസ് നേതൃത്വം എന്ന് ഒരു വാർത്ത കാണാനിടയായി. ഞാൻ ചങ്ക് പൊട്ടിപ്പോയി. എന്തറിയോ? കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഈ മണ്ടൻ കോൺഗ്രസ്സുകാർ 100 110 സീറ്റായിട്ട് ആവശ്യപ്പെട്ട് അത് മണ്ടൻ രാഹുലിൻ്റെ മോൻ അത് കൊടുത്ത് മത്സരിച്ച് 24 പേര് ജയിച്ചു. ബാക്കി 76% തോറ്റുപോയി. ആ ഒറ്റ കാരണം കൊണ്ടാണ് എന്ത് ചെയ്തത്? RJD ഉള്ള മുന്നണിക്ക് ഭരണം പോയത്. വീണ്ടും BJP ഭരണത്തിൽ കയറി. അതേ സ്ഥാനത്ത് ഇത്തവണ രാഹുൽ ഗാന്ധി പറഞ്ഞ് ഞങ്ങൾ 60 സീറ്റ് ആവശ്യപ്പെടുത്തുള്ളൂ എന്നൊരു വാർത്ത കേട്ട്. അപ്പോൾ എനിക്ക് അഭിമാനം തോന്നി. അത് മാറ്റിയിട്ട് ലാലുവിൻ്റെ മോനെ മുഖ്യമന്ത്രിയാക്കാതെ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാക്കാൻ കോൺഗ്രസ് വിഭാഗം കളിക്കുന്നുള്ള. കോൺഗ്രസ് മുഖ്യമന്ത്രിയാകാൻ പറ്റില്ല, അപ്പോൾ പിന്നെ നിതീഷ് ആക്കി കഴിഞ്ഞാൽ ആ ഒരു ഇത് അങ്ങനെ നിങ്ങൾക്ക് താല്പര്യം നിതീഷ് മുഖ്യമന്ത്രി ആക്കാനാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നത് സപ്പോർട്ട് ചെയ്യുന്നത്. അതാണ് ബുദ്ധി. അത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിരുന്നെങ്കിൽ BJP അധികാരത്തിൽ പോയേനെ, കോൺഗ്രസ് വേണ്ടി കിട്ടിയേനെ. അത് നിങ്ങൾ ചെയ്തില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന എല്ലാം നശീകരണത്തിനും നാശത്തിൻ്റെ പക്കത്താണ്. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ആ കോൺഗ്രസിൻ്റെ തലപ്പത്തി നേതാക്കൾ അവർ കാണിക്കുന്ന വൃത്തികേടും മണ്ടത്തരം കൊണ്ടാണ് BJP ഭരിക്കുന്നത്. അല്ല, BJP വോട്ട് കിട്ടിയിട്ട് BJPയുടെ ഭൂരിപക്ഷം ആളുണ്ടായിട്ടൊന്നുമില്ല. നിങ്ങളുടെ കഴിവുകൾ ഓരോ സംസ്ഥാനത്തും, ഗോവയിൽ, ഡൽഹിയിൽ, ഹരിയാനയിൽ, UP, അസാമിൽ, ഇപ്പോൾ അവസാന കൈ ഒരു പിടിവള്ളി കിട്ടിയാണ് ബീഹാറിൽ. അനങ്ങി വന്നായിരുന്നു.
അപ്പോൾ കോൺഗ്രസ് ചില ചടു വലിച്ച് രാജീവ് ഗാന്ധി ലാലുവിൻ്റെ മോനെ ഒതുക്കണം. ഇപ്പോൾ രാജുവിൻ്റെ മോൻ ഒരാഴ്ച സ്വന്തം ജാഥാക്കിക്കണം. മനസ്സിലായില്ലേ? ഞാൻ അന്ന് പറഞ്ഞൊരു പോളിസി ഉണ്ട്. ഞങ്ങൾ ചെറിയ സംഘടന, ചെറിയ പാർട്ടിയാണ്, ചെറിയ ആളെങ്കിൽ പറയുന്ന ഫിലോസഫിയാണ്, പറയുന്നത് മനഃശാസ്ത്രമാണ്, പലത് ശാസ്ത്രീയമാണ്, പലത് അതെന്താണ്? ആൾക്കൂട്ടം കൊണ്ട് ഭരണത്തിൽ കയറാൻ പറ്റില്ലെന്ന് ഞാൻ വീണ്ടും ഇപ്പം ഇതെന്ത് കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാകുന്നത്? ആൾക്കൂട്ടം കൊണ്ട് ഭരണത്തിൽ കയറാൻ പറ്റില്ല. ഒരു ഭരണകൂടത്തെ താഴെ ഇറക്കാൻ പറ്റും. ഇപ്പം ബിർമയിലും ഇപ്പം നേപ്പാളിലും സിലോണിലും ബംഗ്ലാദേശിലും നടന്നെങ്കിലോ ആൾക്കൂട്ടം അല്ലെങ്കിൽ ലഹളയൊക്കെ എറിയിക്കാൻ ഭരണകൂടത്തെ താഴെ ഇറക്കാൻ പറ്റും. പക്ഷേ ഭരണകൂടത്തെ അകത്ത് കയറ്റണമെങ്കിൽ അതിന് ആൾക്കൂട്ടം പോരാ. അത് ചെയ്യേണ്ടത് ഇലക്ഷൻ നടക്കുന്ന രാജ്യമാണെങ്കിൽ, ജനാധിപത്യ രാജ്യമാണെങ്കിൽ വോട്ടേഴ്സ് ചുറ്റും പേര് ചേർക്കുക, സമയത്ത് പോയി വോട്ട് ചെയ്യുക, വോട്ട് എണ്ണം തരി കാത്തിരിക്കുക, എണ്ണി ഫലം പ്രഖ്യാപിക്കുന്നവരെ അതിൽ മാറാതിരിക്കുക. ഒരു വോട്ടിനും ജയിച്ചാൽ നന്നായി. കോൺഗ്രസ് മനസ്സിലാകാത്തും രാഹുൽ ഗാന്ധിക്ക് ബോധ്യമാകാത്തും കാര്യമാണ് ഈ ആൾക്കൂട്ടം. ഈ ആൾക്കൂട്ടം എന്ന് പറഞ്ഞാൽ വീണ്ടും പറയുമ്പോൾ 2-3 യോഗ്യമുള്ളവരെയാണ്. ഒന്ന് മണ്ടന്മാർ, മറ്റേത് പണിയെടുക്കാൻ പറ്റുന്ന അലസന്മാർ, മറ്റൊന്ന് അടിയൊഴുക്ക് ഗ്രാസ് റൂട്ടിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല, അത് പണിയുണ്ട്. അങ്ങനെയുള്ള ചില ആൾക്കാരാണ് ഈ ആൾക്കൂട്ടം നടത്തുന്നത്. അപ്പോൾ അത് നിന്ന് കൊടുത്താൽ അത് ഒന്നും അറിയണ്ട. ആൾക്കൂട്ടം രാഹുൽ ഗാന്ധിനകത്ത് ആൾക്കൂട്ടം കണ്ട് സെൽഫി എടുത്ത് പോയി കഴിഞ്ഞാൽ അവരൊന്നും വോട്ടേഴ്സിന് പേരുള്ളവരായിരിക്കില്ല. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ 5-8 വർഷം മുമ്പ് പ്രേം നസീർ മരിക്കുമ്പോൾ ആ വർഷം പ്രേം നസീർ യോഗത്തിൽ കൂടി ആൾക്കാർ കണക്കില്ല, നല്ലപോലെ ആൾക്കാർ കൂടിയത്. 140 മണ്ഡലത്തിൽ ഇടുക്കി വെച്ച് 130 മണ്ഡലത്തിലും ഇദ്ദേഹത്തെ കോടതി നടക്കുക. അതുകൊണ്ട് തന്നെയാണ് പുള്ളി ഷുഗർ കൂടി മരിക്കാനും കാരണം. അത് മണ്ടനായ നസീറും ദുഷ്ടനായ കോൺഗ്രസ് നേതാക്കളും ചെയ്ത പണിയാണ്. എന്നിട്ട് ഭരണം കിട്ടിയോ? ആളില്ലായിക്കണോ? അതിനർത്ഥം ആൾക്കൂട്ടം ഭരണം കിട്ടില്ല. കോൺഗ്രസ് കേരളത്തിൽ അന്നത്തെ കോൺഗ്രസ് കാണിക്കുന്നത് അതേ മണ്ഡലത്തിലാണ് ഇന്നത്തെ കോൺഗ്രസ് കാണിക്കുന്നത്. ഒരു ഓളം ഉണ്ടാക്കുക. രാഹുൽ ഗാന്ധി വന്ന്, പ്രിയങ്ക വന്ന് ആ ഓളം ഉണ്ടാക്കി. ആ ഓളം കൊണ്ട് ഭരണം കിട്ടൂല എന്ന്. ഭരണം കിട്ടുമെങ്കിൽ വോട്ടേഴ്സ് പേരിനകത്ത് അതിനകത്ത് നിന്ന് പേര് ചെയ്ത് വോട്ട് ചെയ്ത് അത് എണ്ണുന്ന വരെ പ്രഖ്യാപിക്കുന്ന വരെയും അതിന് പുറകിൽ നിൽക്കണം. അതാണ് വോട്ടേഴ്സ് ഇലക്ഷൻ തന്ത്രം. അത് കാണിക്കണ്ടോ? ബീഹാറിൽ ഏതാണ്ട് കളയുന്ന മട്ടാണ്. അപ്പം ഇതിനൊക്കെ മനസ്സിലാക്കുന്നത് ഇതൊരു മനഃശാസ്ത്ര കൂട്ടായ്മയുണ്ട്. ആ ഒരു മനസ്സിൻ്റെ പരിവർത്തനം അല്ലെങ്കിൽ മാറ്റം അല്ലെങ്കിൽ ചിന്ത മനസ്സിലാക്കിക്കൊണ്ട് പറയാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴും ഒരു ചെറിയ ന്യൂനപക്ഷം മുസ്ലിങ്ങളല്ല, ചെറിയ ഒരു വിഭാഗം സംഘപരിവാർ അല്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വേണമെന്ന് നിർബന്ധമില്ല. സംഘപരിവാറായാലും കുഴപ്പമില്ല, ഇവിടെ കേരളത്തിലാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആയാലും കുഴപ്പമില്ല. എന്താണ് തടസ്സം? അവർ പറയുന്നത്, അവർ കാണുന്നറിയോ? അവർക്ക് ഭരണകക്ഷി BJP പല കോൺഗ്രസ് നേതാക്കൾക്കും കോടികൾ കൊടുക്കുന്നുണ്ട്, പ്രതിപക്ഷ പാർട്ടികളുണ്ട്. ഇവിടുത്തെ ഭരണകക്ഷി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചില കോൺഗ്രസ് നേതാക്കൾക്ക് കോടികൾ കൊടുക്കുന്നുണ്ട്, പല ആനുകൂല്യം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഇപ്പോഴത്തെ സതീശന് പ്രധാന എന്നെങ്കിലും ഒരു സമരത്തിൻ്റെ മുൻപിൽ ഈ സതീശൻ നിന്നിട്ടുണ്ടോ? പ്രതിപക്ഷ നേതാവാണല്ലോ, വർഷം 5 കഴിഞ്ഞല്ലോ. എന്തെങ്കിലും അമിക്കബിൾ സെറ്റിൽമെൻറ്റ് ഇദ്ദേഹം ചെയ്യുന്നുണ്ടോ? ഈ ബഹളവും ആവേശം കാണിക്കല്ലാതെ എല്ലാം മറിക്കുന്ന അടിസ്ഥാനപരമായി ഏതെങ്കിലും പുറത്തുണ്ടോ? ഞാൻ ഒരു കാര്യം പറഞ്ഞ് നിർത്താം. ഞാൻ അതിൽ കഴിഞ്ഞ കോൺഗ്രസ് പറയുന്നത് കഴിഞ്ഞ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ എല്ലാം കോൺഗ്രസ് ജയിച്ചതാണ്. അത് ഒരു കാര്യം ഞാൻ പറഞ്ഞു നിർത്താം. ഈ സതീശൻ്റെ പൊങ്കച്ചം മാറാൻ പറയാം. എന്തറിയോ? ഒന്ന് ഉമ്മൻചാണ്ടിയുടെ മണ്ഡലം, ഉമ്മൻചാണ്ടി മരിച്ചത് മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ആ മരണത്തിന് കാരണം മാത്രം ജയിച്ചത്. അതിനെക്കുറിച്ച് ഒരുപടി ആരോപണമൊക്കെയാണ്. മകന് വേഗം MLA ആകാൻ വേണ്ടി അച്ഛനെ എടുത്ത് ശുശ്രൂഷിച്ചില്ല എന്നൊക്കെ ആരോപണം എന്തെങ്കിലും കിടക്കട്ടെ, അത് അവരുടെ കുടുംബമായാലും. രണ്ടും തൃക്കാക്കര ഇന്നത്തെ ഉമ്മമേഴത്തിൻ്റെ ആരാണ് അത്? അവരുടെ തോമസ് സാറ് മരിച്ചത് PT തോമസ് സാർ മരിച്ചിട്ട് കിട്ടിയ ആനുകൂല്യമാണ്. പിന്നെ ആ മുസ്ലിങ്ങൾ, അവർ പാപ്പരാരും മുസ്ലിങ്ങൾ അവർ വോട്ട് ചെയ്തത്, അതുകൊണ്ടാണ് ഇത്ര വോട്ട് കിട്ടിയൊക്കെ. മറ്റേതാണ് നിലമ്പൂർ ആരാണ്? അൻവർ നിന്ന് 10-20,000 വോട്ട് പിടിച്ചില്ലെങ്കിൽ കോൺഗ്രസ് ജയിക്കുമായിരുന്നോ? പിന്നെ ഒരു ഓടിയിട്ടില്ല പാലക്കാട് ആരായിരുന്നു? നിങ്ങളില്ല, കോൺഗ്രസിനില്ലേ? നിലമ്പൂർ മാത്രം വേണമെങ്കിൽ പറയാം കോൺഗ്രസ് അല്ല, അത് കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വന്തം സ്ഥാനാർത്ഥിയാണ്. അല്ല, അയാൾ നിന്ന് 10-20,000 വോട്ട് പിടിച്ചിട്ടല്ലോ. പിന്നെ എന്ത് കണ്ടുകൊണ്ടാണ് സതീശൻ നിങ്ങൾ തുള്ളുന്നത്?
നിങ്ങൾക്ക് എവിടെ വോട്ട് കിടക്കുന്നത്? അത് നിങ്ങൾ മനസ്സിലാക്കാത്തത്. അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധം പൊങ്ങച്ച പഞ്ചായത്തൊന്നുമില്ല. ആ പൊങ്ങച്ചൊക്കെ പറഞ്ഞ അർത്ഥം ചിലവുണ്ട്. ചില സ്ഥലത്ത് ചില ആൾക്കാരെ വിട്ട് പ്രശ്നം ഉണ്ടാക്കും. ഉടനെ അവിടെ ചാടി അവർ രണ്ട് ഗ്രൂപ്പ് തമ്മിൽ തർക്കമായി ഉടനെ ചാടി മതസ്ഥയെന്ന് പ്രശ്നം തീർക്കും പോലെ ചില കളിയുണ്ട് ചില സ്ഥലത്തൊക്കെ. ആളും പേരൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ പല ഒത്തുകളിയൊക്കെ ഉണ്ട് കോൺഗ്രസ് പാർട്ടിയിലും, എല്ലാ പാർട്ടിയിലും കോൺഗ്രസ് പാർട്ടിയിലും. ശരിയല്ല, അത് നിങ്ങളുടെ പോക്ക് ശരിയല്ല. അതല്ലെങ്കിൽ ഞാൻ ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ, ഇത് അടിസ്ഥാന യൂണിറ്റ് അടിസ്ഥാനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന UDF കേരളത്തിൽ എത്ര മണ്ഡലത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറയാലോ, എൻ്റെ നാട് ആലുവ വാഴക്കുളം. അവിടെ ഒരു ബീരാങ്കുഞ്ഞൊരു സഖാവുണ്ട്. കഴിഞ്ഞ മാസം വരെ അയാളാണ് ലോക്കൽ സെക്രട്ടറി. ഒരു 10-15 വാട്സപ്പ് ഗ്രൂപ്പിൽ അദ്ദേഹത്തിൻ്റെ ഇതിൽ ഒരു 15 മാറ്റിൽ ദിവസം വരും വിവിധ മേഖലയിലുള്ളവർ. എനിക്ക് അഭിമാനം തോന്നിയിട്ടുണ്ട്. പയ്യാണ് 10-40 വയസ്സായിട്ട് വലിയൊന്നുമില്ല. ഇപ്പോൾ ആൾ മാറി നോട്ട്. അത് അവിടെ ഒരു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആരെന്ന് എനിക്കും അറിയില്ല. അപ്പം അല്ലെങ്കിൽ വെച്ചാൽ അറിയില്ല, ഇയാളാണെന്ന് പറയാൻ അറിയില്ല. അറിയണമെങ്കിൽ ഇതുപോലെ ഗ്രാസ് റൂട്ട് ലെവൽ പ്രവർത്തിക്കണം. ഇപ്പോൾ എന്തൊരു യുഗമാണ്. പബ്ലിക് കോമൺ പ്ലാറ്റ്ഫോമിൽ ലക്ഷക്കണക്കിന് പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ. അതുപോലെ ഉണ്ടോ? ഉണ്ടാക്കുന്നില്ല. ഒരു പ്രവർത്തനമുണ്ടോ കോൺഗ്രസ് അവിടെ ഭാഗത്ത്? ഒന്നുമില്ലെന്നേ. അതന്നെ എല്ലാ സ്ഥലത്താണ്. പിന്നെ ഇവർ എന്ത് കണ്ടുകൊണ്ടാണ് എനിക്ക് ചോദിക്കാറില്ല. ഇല്ല, വോട്ട് എണ്ണി അടുത്ത പ്രാവശ്യം LDF കയറുമ്പോൾ അപ്പോൾ ഒരു വാ വിളിച്ചിരിക്കും കേട്ടോ. അല്ല, ഇപ്പോൾ ചിന്തിക്കുന്നില്ല. ഇപ്പോൾ ചിന്തിക്കുമായിരുന്നെങ്കിൽ ഇങ്ങനെയല്ല സതീഷ് ചെയ്യേണ്ടത്, ഇങ്ങനെയല്ല വേണു ചെയ്യേണ്ടത്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ, തൃക്കാക്കര മണ്ഡലത്തിൽ നിങ്ങൾ വന്ന് മത്സരിച്ചിരുന്ന ഇതില്ലേ, അവിടെ 10-40,000 മുസ്ലിങ്ങൾ മണ്ഡലില്ലേ, അതിൽ നിങ്ങൾ 20-30 പേര് ചേർത്തിൽ ഒരാളിലെങ്കിലും നിങ്ങളെ ചേർക്കാൻ പറ്റുമോ? ആ പേരിൽ ഒരു പേരിനെങ്കിലും. ഞാൻ പറഞ്ഞത് അത് നിർത്താണ്. 20% മുസ്ലിങ്ങൾ ഇന്ത്യയിലുണ്ട്, 30 കോടി മുസ്ലിങ്ങൾ. അത് 99% വോട്ട് നിങ്ങൾക്കല്ലടോ. എറണാകുളം ജില്ലയിൽ 29% മുസ്ലിങ്ങളുണ്ട്. കേരളത്തിൽ 38% മുസ്ലിങ്ങളുണ്ട്. ഇവരെല്ലാം നിങ്ങൾക്കാണ്. അതിൽ 97% വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കാണ്. നിങ്ങൾ പിന്നെ UDF 3% നിരീശ്വരവാദി കുറേ മുസ്ലിം മാത്രമേ LDF കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നിങ്ങൾ ഉമ്മ തോമസും KC വേണുഗോപാൽ ഉൾപ്പെടെ ആ സമൂഹം തോമസ് ചേട്ടൻ്റെ പേരിൽ നടത്തിയ ഒരു പിന്നെ ചാരിറ്റബിൾ ട്രസ്റ്റ് പറ്റണം. അത് നടത്തിയിട്ട് ഒരു മുസ്ലിം നാമധാരി നിങ്ങൾ ചേർക്കാൻ പറ്റുമോ ആ കൂട്ടത്തിൽ? എന്താ ഒരു അയിത്തമുണ്ടോ? പകർച്ചവാദികളുണ്ടോ? വേണ്ട. അങ്ങനെയുള്ള കളിതിനി വേണ്ട. കളി നിങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ ജീവിച്ചിരിക്കാൻ സമ്മതിക്കില്ല. നിങ്ങൾ ഞങ്ങളെ കൊന്ന കുഴപ്പമില്ല. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തുല്യനീതി, അല്ല മുസ്ലിങ്ങൾക്ക് വേണ്ടിയല്ല, തുല്യനീതി, എല്ലാവർക്കും തുല്യനീതി ലഭിക്കണം. ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് സ്ഥാനമാനങ്ങൾ പങ്കിടണം, കൊടുക്കണം, നിർബന്ധമാണത്, മസ്റ്റാണത്. ആർക്കും കൂടുതൽ ജനസംഖ്യയ്ക്ക് ആനുപാതികമായി നേരെ കൂടുതലും കൊടുക്കണ്ട. അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നിന്നും ജയ് ഹിന്ദ്.